ഇത്രയും അടുത്ത് കാട്ടാനനെ കാണുന്ന ആദ്യമായിട്ട് കേട്ടോ. ആശാൻ പന കുത്തി മറിക്കുമായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനും അളിയനും കൂടെ ആതിരപ്പള്ളി വഴിക്ക് ആനനെ കാണാനെന്നും പറഞ്ഞ് അളിയൻ എന്നെയും കൂട്ടിപ്പോയി. പോയെന്ന വഴിക്ക് ആനനെ കണ്ടില്ല. ആന കുത്തി മറിച്ചിട്ട് പനയൊക്കെ കണ്ടു. ഇതിന് മുന്നേ ഞാൻ ഈ റൂട്ടിൽ പോയതൊരു 4 കൊല്ലം മുന്നെയാണ്. സംഭവം അന്ന് ഞാനിവിടെ ആനയെ കണ്ടതാണ്. ഈ കാണുന്ന പുഴയൊക്കെ മഴക്കാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറയണ്ടല്ലോ. ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇതിലെ കൂടെ കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെങ്കിലും കണ്ടു. സത്യം പറഞ്ഞാൽ ഈ വഴിയൊക്കെ പോയത് തന്നെ പേടിച്ച് കേട്ടോ പോയെ. ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ ആനകളുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തായാലും ആനനെ കാണിച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചു വരുള്ളൂ എന്നുള്ള മൈൻഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ആനനെ കാണാണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് സാഡായിട്ടോ. പക്ഷേ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമല്ലേ. നല്ല നല്ല മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോകാൻ നല്ല രസമല്ലേ. ഒരു 4 മണി 5 മണി സമയമായപ്പോൾ ആതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ കാണുന്ന പാലം കേട്ടോ അത്. ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. പിന്നെ നമ്മൾ നേരെ പോയി ചായ കുടിച്ചു. ദേ ഈ കാണുന്ന സിൽവർ സ്ട്രോമാണ്. അതിൻ്റെ ആ ജംഗ്ഷനിലുള്ള ചായക്കട കേട്ടോ ചായ കുടിച്ചേ. അവിടെ നിന്ന് കഴിച്ച കടികളൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ മുട്ട ബജിയാണ് കഴിച്ചത്. അവിടെ നേരെ നമ്മൾ തിരിച്ചു പോകാട്ടോ. പോകുന്ന വഴിക്ക് ഇതേ ഒരു ആശാനെ കണ്ടു. ഇത് കണ്ടതോടെ അളിയെ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. സംഭവം ആനയെ കാണൂല എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കേട്ടോ ആശാനെ കണ്ടേ. സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചിട്ടോ ആദ്യം കണ്ടപ്പോഴേ. ഇവനാണെങ്കിൽ ആ പന കുത്തിമറിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. പക്ഷേ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് മറിയുന്നില്ല. ഈ റോഡിൽ സത്യം പറഞ്ഞാൽ ഡെയിലി ആനകൾ വരുന്ന കേട്ടോ. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം സൗണ്ട് ഉണ്ടാക്കാണ്ട് അവരെ ശല്യപ്പെടുത്താണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഇടയും കേട്ടോ. ഇവരൊക്കെ ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആനസാറ് നമ്മളെ തന്നെ നോക്കുന്നു. നേരെ സത്യം പറഞ്ഞത് പേടിയായി കേട്ടോ. ഇവനെ കണ്ട് കൊതി തീർന്നപ്പോൾ ഉണ്ട് ഇതേ ഇപ്പുറത്തുനിന്ന് വേറെടുത്തും വരുന്നു. അവൻ്റെ ചേട്ടനാണെന്ന് തോന്നുന്നു. അവനൊക്കെ നല്ല സൈസൊക്കെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ പറന്ന് കുത്തിയാണ് വരുന്നത്. 2 പേരെ കൂടെ കണ്ടപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയാ ഇനി നമുക്ക് വണ്ടി എടുത്ത് മെല്ലെ സ്കൂട്ടാവാം. കാരണം നമ്മൾ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇവർ കാരണം നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഈ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്ഷണമൊന്നും കിട്ടത്തില്ലേ. അപ്പോൾ ഇവർ നമ്മൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മെല്ലെ ഇറങ്ങി വരും. ഇനി അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര ശരിയല്ല എന്ന് തോന്നി ഞങ്ങൾ 2 വണ്ടി എടുത്ത് വിട്ടു കേട്ടോ. ആനയാണെ ടാറ്റ തരുന്നതാണോ പൊക്കോന്ന് പറയുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും തുമ്പക്കായിട്ട് നല്ല വീശ. സ്ഥലം കാലിയാക്കുക എന്നുള്ള രീതിയിലാണ് അവൻ്റെ ആട്ട്. അത് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്ഥലം വിട്ടു കേട്ടോ. അങ്ങനെ ആനനെ കാണാൻ ഇറങ്ങി ഞങ്ങൾക്ക് 1 അല്ല 2 ആനേനെ വളരെ അടുത്ത് കാണാൻ പറ്റി. അപ്പം ശരി.